ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ സ്ഥിതി അതീവ ഗുരുതരം. നോർത്ത് ദാർഫൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ എൽ ഫാഷറിൽ 6 ദിവസത്തിനിടെ 2500-ലേറെ പേർ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 460 പേരാണ് നഗരത്തിലെ സൗദി ആശുപത്രിയിൽ മാത്രം കൂട്ടക്കൊലയ്ക്കിരയായത്. ലൈംഗിക അതിക്രമവും വ്യാപകം. UN കണക്കനുസരിച്ച് 40,000-ലേറെ പേർ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. സുഡാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര കലാപങ്ങൾ പതിവാണ്. പക്ഷേ ആ കലാപം അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ആഭ്യന്തര കലാപം അതിരൂക്ഷമായൊരു സാഹചര്യം തന്നെയാണ് സുഡാനിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൻതോതിലാണ് മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. 100 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് നേരത്തെ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആ റിപ്പോർട്ടുകളുടെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വൻതോതിലാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് അത് കൃത്യമായി സ്ഥിരീകരിക്കപ്പെടുന്ന ചില കണക്കുകളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ 2500-ഓളം പേർ ഈ 6 ദിവസമായി നടക്കുന്ന കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൗദി ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിലാണ് കൂടുതൽ പേരും രോഗികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് 2000 മുതൽ, അതായത് 25 വർഷത്തോളമായി തുടരുന്ന ഒരു ആഭ്യന്തര സംഘർഷാവസ്ഥ തന്നെയാണുള്ളത്. ഇതിൻ്റെ ഒരു അന്തിമഘട്ടം എന്ന രീതിയിലായിരുന്നു ഈ 2023-ൽ ഈ അവിടെയുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി സംവിധാനം, അതിൻ്റെ നിയന്ത്രണം ഈ ആക്രമണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ മറ്റു നടപടികൾ, അതായത് രാജ്യവിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന അറബ് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ കൈയടക്കുകയും ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെയും അവരുടെ ആ സൈനിക സ്വഭാവമുള്ള നീക്കത്തിനെതിരെ സുഡാനിലെ മിലിറ്ററി തന്നെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ അൽ ഫഷർ നഗരത്തിലുണ്ടായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലമെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ 2500-ഓളം പേർ മരിക്കുന്നു. അതിൽ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഈ അത്തരത്തിലുള്ള അതിക്രമങ്ങളിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഈ അതിക്രമം അതിരൂക്ഷമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഇടപെടൽ ഏതെങ്കിലും ഭാഗത്തിന് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് യുവിൻ്റെ ഭാഗത്തിനടക്കം അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്നുണ്ടോ? പക്ഷേ നീക്കം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണോ സുഡാനിലുള്ളത്? തീർച്ചയായും ഈ നീക്കങ്ങൾ സാധ്യമല്ലാത്തൊരു സാഹചര്യം. കാരണം ഈ പടർന്നു കിടക്കുന്ന ഒരു അർദ്ധസൈനിക സംവിധാനങ്ങൾ, പടർന്നു കിടക്കുന്ന ഒരു അർദ്ധസൈനിക സ്വഭാവമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു പ്രൊഫഷണൽ സ്വഭാവത്തോടെ ആക്രമണം നടത്തുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഈ സൈന്യം നേരിടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, അവരെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഈ പാരാമിലിറ്ററിയെ നിയന്ത്രിക്കുന്ന സംവിധാനം പൂർണ്ണമായി നേരത്തെ ഉണ്ടായിരുന്ന പാരാമിലിറ്ററി അല്ലെങ്കിൽ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ അത്തരത്തിലൊരു പാരാമിലിറ്ററിയായി കണക്കാക്കാൻ പറ്റില്ല. ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയോടൊപ്പം ചേർന്ന് ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവരുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഒരു സമാധാന ധാരണയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളൊന്നും തെളിഞ്ഞു വരാത്തത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത് ഈ അറബ് മിലീഷ്യ അല്ലെങ്കിൽ അറബ് ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലും അവരുടെ മേൽനോട്ടത്തിലുമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് നിയന്ത്രിക്കാനാവാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, ഈ നിയമവാഴ്ച അമ്പെ തകർന്നിരിക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനമായി സുഡാൻ മാറിയതോടുകൂടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. വിവരങ്ങൾ പുറത്തു വരുന്നതിലും ബുദ്ധിമുട്ടുകളുണ്ട്. 40,000-ഓളം പേർ ഇതുവരെ, അതായത് 2000 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്രയും വലിയ തോതിലുള്ള മരണസംഖ്യ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ജീവിത പ്രശ്നങ്ങളും, അതായത് സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെല്ലാം തന്നെ സുഡാനെ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്, അതല്ലെങ്കിൽ അക്രമം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിനോ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിക്കാതെ വരുന്നതും, അതിനിടയിൽ അക്രമം നടക്കുന്നത് നേരത്തെ പാരാമിലിറ്ററി സംവിധാനമായി നിലനിന്നിരുന്നൊരു സംവിധാനം ഭീകര സ്വഭാവത്തിലേക്ക് മാറി അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു സാഹചര്യം കൂടിയാണ്. സുരേഷ്. യെസ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.